ഹലോ, പണ്ട് കാലത്ത് മലബാർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കോഴിക്കഞ്ഞി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും പല പള്ളികളിലും ഇത് നോമ്പ് കഞ്ഞിയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കഞ്ഞി ആദ്യമായിട്ടും അവസാനമായിട്ടും കഴിച്ചിട്ടുള്ളത് കോയമ്പത്തൂർ ആൻറ്റീൻ്റെ വീട്ടിൽ പോയ സമയത്ത്. അപ്പോൾ ഇന്ന് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനുവേണ്ടി ഒരു ഗ്ലാസ് കൈമ അരി, അതല്ലെങ്കിൽ ജീരകശാല അല്ലെങ്കിൽ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുന്ന അരി ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഉലുവ, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, ഒരു ഇല, അര സ്പൂൺ മല്ലിപ്പൊടിയും അര സ്പൂണ് കുരുമുളക് പൊടിയും. ഇനി എല്ലോട് കൂടി ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് കുക്കറിൽ 3 വിസിലടിപ്പിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ തേങ്ങയിലേക്ക് ചുവന്നുള്ളിയും കുറച്ച് ചെറിയ ജീരകം ഇട്ട് അരച്ചത്, അരമുറി തേങ്ങാട്ടം എടുത്തത്, ആ കഞ്ഞി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കൂടാതെ ഉപ്പും ചേർക്കുക കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. നോമ്പിൻ്റെ എല്ലാ ക്ഷീണവും മാറിക്കിട്ടും. അങ്ങനെ നമ്മളെ കോഴിക്കഞ്ഞി അല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.